കേരള ചരിത്രത്തിൽ ഏറ്റവും ഭയാനകവുമായിട്ടുള്ള ഒരു ദുരന്തമാണ് വയനാട് ചൂരൽമലയിൽ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ. നിരവധി ആൾക്കാരും കുടുംബങ്ങളും മരണപ്പെടുകയും നിരവധി ആൾക്കാരെ കാണാതെ ആവുകയും ചെയ്തിട്ടുണ്ട്. ഒട്ടനവധി ആൾക്കാരുടെ സ്ഥലവും വീടും വളർത്തുമൃഗങ്ങളും ഒക്കെ ആ ദുരന്തത്തിൽ നഷ്ടപ്പെടുകയുണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ ദുരന്തത്തെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ പറ്റാവുന്ന എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങളും ആശ്വാസ നടപടികളും സ്വീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നൂറുകണക്കിന് കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനും അതേപോലെ തന്നെ അവർക്കുള്ള ആശ്വാസ നടപടികളും കേരളത്തിലെ സർക്കാർ നിലവിൽ സ്വീകരിച്ചു വരുന്നുണ്ട്. ശാശ്വതമായിട്ടുള്ള അവരുടെ സ്ഥിരമായിട്ടുള്ള താമസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ടൗൺഷിപ്പിൻ്റെ പദ്ധതി കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ അവസരത്തിലൊക്കെ കേരളത്തിനകത്തും പുറത്തും ലോകത്തുമുള്ള നല്ലവരായ പല മനുഷ്യസ്നേഹികളും കേരള ഗവൺമെൻറ്റിനെയും ഇത്തരം കുടുംബങ്ങളെയും സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നു എന്നുള്ളത് സന്തോഷകരവും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ നമ്മുടെ ഇന്ത്യൻ യൂണിയൻ കേന്ദ്ര ഗവൺമെൻറ് ഈ കാര്യത്തിന് വേണ്ടിയിട്ട് അനുകൂലമായിട്ടുള്ള ഒരു നടപടിയും നാളിതുവരെ സ്വീകരിച്ചതായിട്ട് കാണുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ ഏതൊരു അവസരത്തിലും അതാത് സംസ്ഥാനങ്ങളെ സഹായിക്കേണ്ട കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് കേരള ഗവൺമെൻറ്റിനോടുള്ള അങ്ങേയറ്റത്തുള്ള ഒരു അവഗണനയും നിഷേധാത്മകമായിട്ടുള്ള ഒരു നിലപാടുമാണെന്ന് കാണാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല.